നമ്മളെ ലോങ് ലീഡ് സഫാരി പാർക്കിൽ നിന്നുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണിത്. ഇനി ഒരു ആനിമൽ സഫാരിയും കൂടെയാണ് ചെയ്യാനുണ്ടായിരുന്നത്. അതിന് നമ്മൾ വണ്ടി എടുത്ത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകേണ്ടി വന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ആഫ്രിക്കൻ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാറ് പാർക്ക് ചെയ്ത ആൾക്കാർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പം ജിറാഫിന് ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ ജിറാഫുകൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന് നിന്ന് ഫുഡ് കഴിക്കാൻ റെഡിയായി നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റി. അവിടെ ഒരു ലേഡി നിന്ന് ഇങ്ങനെ ബക്കറ്റിലൊക്കെ സൗണ്ടൊക്കെ കേൾപ്പിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വന്ന് നേരത്തെ ഇങ്ങനെ നിൽക്കും. നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. ഇത് ശരിക്കും എൻജോയ് ചെയ്തു, ഈ ജിറാഫിനെയൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റിയതൊക്കെ. അങ്ങനെ അവരെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഉള്ളിലോട്ട് പോയി. ഉള്ളിലോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ ഓസ്ട്രിച്ചിനെയൊക്കെ കണ്ടാണ് കേട്ടോ ഈ യാത്ര ആരംഭിക്കുന്നത്. ഇനിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് വണ്ടിക്ക് അകത്തിരുന്ന് കാണാനുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ട്. വണ്ടിയുടെ പുറത്തോട്ട് ഇറങ്ങരുത്, വിൻഡോ ഒക്കെ കയറ്റി ക്ലോസ് ചെയ്ത് വെക്കണം എന്നൊക്കെ. ഇവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വണ്ടി വരുന്നതൊന്നും ഇവർക്കൊന്നും ഒരു വിഷയമേ അല്ല, എന്നിട്ട് എന്നും ഉള്ള അഭ്യാസമാണല്ലോ ഇത്. ഇനിയും കുറച്ച് കുരങ്ങന്മാരെ കാണാൻ കയറി. ഭയങ്കര ചട്ടമ്പികളാണല്ലോ കുരങ്ങന്മാർ. ഒരു കുരങ്ങൻ കയറി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നു, ഒരാൾ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പേടി തോന്നും കേട്ടോ, ഇവർ നമ്മുടെ വണ്ടിയുടെ അടിയിൽ വല്ലതും പോകുമോ എന്നൊക്കെ. പക്ഷെ അവർക്കിതൊക്കെ എന്നത്തെയും അഭ്യാസമാണല്ലോ. പിന്നെ കുറച്ച് കുരങ്ങന്മാരിങ്ങനെ ഒട്ടി കെട്ടിപ്പിടിച്ച് ഇപ്പുണ്ടായിരുന്നു കേട്ടോ. പാവം, നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പും മഴയും കാറ്റും വെയിലും അങ്ങനെ മാറി മാറി ഒരു കാലാവസ്ഥയായിരുന്നു. ഇതിൽ ഈ കുരങ്ങൻ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വീണ്ടും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ബാക്കി ആനിമൽസിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് ഇവരെ അടുത്ത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ കടുവകളെ കണ്ടു. ഇവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ലഞ്ച് ടൈം കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അത് ലഞ്ച് കഴിച്ചതിൻ്റെ ക്ഷീണത്തിലായിരിക്കും, അവർക്കൊന്നും വലിയ അനക്കം ഉണ്ടായിരുന്നില്ല, റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇവരൊക്കെ വണ്ടിക്ക് അകത്തിരുന്ന് കാണാനൊരു രസമല്ലേ. ഇവിടെ ഒരു സിംഹവും ബാക്കി രാജ്ഞിമാരും, ഒരു രാജാവും ബാക്കി രാജ്ഞിമാരും ആയിരുന്നു എന്നാണ് തോന്നുന്നു കേട്ടോ. അവരെല്ലാം ക്ഷീണത്തില. ഒരാൾ മാത്രം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വണ്ടികൾ ഉള്ളിൽ കയറ്റി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗേറ്റ് അടയ്ക്കും. ഇതിങ്ങനെ പുറത്ത് ചാടാൻ നോക്കി നടക്കുമായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു വണ്ടി വന്ന് അതിനെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടം കുറുക്കന്മാരെയും ഒക്കെ കണ്ടു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം വെളിയിൽ എന്തൊക്കെയോ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ചാനലുകാരായിരിക്കും. എന്തായാലും നന്ദുൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ലോങ് ലീഡ് സഫാരിയുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വീഡിയോസൊക്കെ ഇവിടെ തീരാണ്. ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുന്ന വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു. കീപ് വാച്ചിങ്. ബൈ ബൈ.